ആഹാ, സമയം പോയ പോക്കേ. പിള്ളേർക്ക് പനിയാ, അതുകൊണ്ട് എണീക്കാൻ ലേറ്റായി. ഇന്നലെ വെച്ച ചിക്കൻ കറി ബാക്കിയുണ്ട്. സോ നമുക്കൊരു നെയ്ച്ചോറ് അങ്ങോട്ട് വെച്ചാലോ? യെസ്. പക്ഷെ പ്രോബ്ലം അതല്ല. രാവിലെ മര്യാദയ്ക്ക് അത്ത വന്ന് ചോദിച്ചതാ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണോ എന്ന്. ഒന്നും വേണ്ടത്ത എല്ലാം ഇരിപ്പുണ്ടെന്നും പറഞ്ഞ് അത്തായെ പറഞ്ഞു വിട്ടു. പക്ഷേ സാധനം ഇരിക്കുന്ന പെട്ടി തുറന്നപ്പോഴാ ചെറിയ അരി വെച്ച് മാത്രം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയാവുന്ന എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വലിയ അരി. ഇത് വെച്ചാണെങ്കിൽ എനിക്ക് ചെയ്യാൻ അറിയാൻ മേല. ഞാൻ വിട്ടുകൊടുക്കുവോ? ഉള്ളത് കൊണ്ട് തട്ടിക്കൂടുന്ന പരിപാടിക്ക് പണ്ടേ ഞാൻ പുലിയാ. സോ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. എല്ലാം അരിഞ്ഞൊക്കെ എടുത്തു. അപ്പോൾ അകത്തുനിന്ന് ഒരു അശരീരി, അണ്ടിപ്പരിപ്പ് ഇടുന്നതിൽ നിന്റെ പിശുക്ക് വേണ്ട കേട്ടോ. ആരാ? എൻ്റെ അമ്മായ. അപ്പോഴാ ഓർത്തത് അണ്ടിപ്പരിപ്പും ഇല്ല, മുന്തിരിങ്ങയില്ല, അത് വറക്കാനുള്ള നെയ്യുമില്ല. നെയ്യില്ലാത്തൊരു നെയ്ച്ചോറോ? പിന്നെ എന്താലോചിച്ചിട്ടാന്നു അത്താടയിൽ എല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാം പിന്നെ പോയി വാങ്ങി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളകും കറിവേപ്പിലയും മലുക്കുലത്ത് മസാല എല്ലാം കൂടി ഇട്ട് തിളയ്ക്കുന്ന വെള്ളത്തിൽ അരിയും വേവിച്ച് നെയ്യിൽ ഇത്തിരി സവാളയും വട്ടി അതിൽ ചോറും ഇട്ട് ഇത്തിരി മഞ്ഞപ്പാലും ഒഴിച്ച് ചെറുക്കം തട്ടിക്കളഞ്ഞ എസൻസിൻ്റെ ബാക്കിയും ഒഴിച്ച് ഒരു 15 മിനിറ്റ് വീണ്ടും അടുപ്പിൽ വെച്ചു. ഖലാസ്. ഇപ്പം ശ്വാസം മുട്ടി ചത്തേനെ ഞാൻ. ഇതിനെ എന്ത് വിളിക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സംഗതി സൂപ്പറായിരുന്നു. സർട്ടിഫൈഡ് ബൈ മൈ ഫാദർ.